മനുഷ്യന്മാരെടുത്താണെങ്കിൽ ആകെ ഒരു 10 രൂപ ഉള്ളത്. ഓട്ടോറിക്ഷ വിളിച്ചു പോവാണെങ്കിൽ ഇപ്പൊ 40 റുപ്യവും, ബസ്സിന് പോവാണെങ്കിൽ 12 റുപ്യെങ്കിലും ആവും. ഇനിയിപ്പോ എന്താ ചെയ്യാ? പോണ വണ്ടി കിട്ടുമോ നോക്കാം. അതാവുമ്പോ 10 റുപ്യ എടുത്ത് കഴിച്ചിലാവാണ്. ഒരു വണ്ടി വരണുണ്ടല്ലോ, അതിൽ ആളില്ലാന്നാ തോന്നുന്നു. ഒന്ന് കൈ ആട്ടി നോക്കാം. ആലിങ്ങ വരെ ഒന്ന് പോകാൻ പറ്റുമോ? ഞാൻ ആലിങ്ങ വരെ കുറച്ച് ദൂരെ പോകണല്ലോ. നിങ്ങൾ പോണ വണ്ടിയല്ലേ? പോണല്ല, എന്നാ ഒന്ന് കൊണ്ടുപോയി വിട്ടുതരും. ആലിങ്ങ വരെ ഒന്ന് കൊണ്ടുവിട്ടാന്നാണ്. സമാധാനം ഉണ്ട്. ഈ 10 റുപ്യായിട്ട് ആലിങ്ങ വരെ ഇരുന്ന് പോവാലോ. ബസ്സിലാണെങ്കിൽ ഇപ്പൊ എന്തൊരു തിരക്കാവും അറിയോ? 12 റുപ്യ കൊടുക്കും വേണം. ഇതെന്താണ് 10 റുപ്യ? കാറൊന്നല്ലല്ലോ, ഓട്ടോറിക്ഷല്ലേ? ഓട്ടോറിക്ഷ നിങ്ങൾ വിളിച്ചിട്ട് വന്നതല്ലേ? നിങ്ങൾ പോണ വണ്ടിയാന്നല്ലേ ഞാൻ കയറിയത്. പോണല്ലേ പറഞ്ഞു. ഞാനിതുവരെ ഉള്ളൂന്നല്ലേ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ അതിന് 40 റുപ്യ വേണ്ടേ? എന്റെ അടുത്ത് തന്നെ ഉള്ളു. ഞാൻ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട യാതൊരു ആവശ്യം. നിങ്ങൾ വിളിച്ച കാരണം മാത്രമേ ഞാൻ വന്നത്. ഒരു 30 റുപ്യ തന്നാണ്. ചോദിച്ചോക്കെ നിങ്ങൾ പരിചയമുള്ള വണ്ടിക്കാരോട് ചോദിച്ചേക്കാം. ആരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇങ്ങോട്ട് പോണ വണ്ടിയാണോന്ന് വെച്ചിട്ടല്ലേ കയറി. എന്റെ അടുത്ത് തന്നെ ഉള്ളു. ഞാൻ പോവാം. 10 റുപ്യ 40 റുപ്യ 40 റുപ്യന്റെ